ക്ഷേത്ര പരിസരത്ത് നടത്തുന്ന ബലി തർപ്പണത്തിൻ്റെ ആദ്യത്തെ ചടങ്ങാണ് നടക്കുന്നത്. എല്ലാവരും പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പുഷ്പം എടുക്കുക. ഒരു പുഷ്പം എടുത്ത് നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ഇടതു ഭാഗത്തേക്ക് ഓം ഗും ഗുരുഭ്യോ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് കളയുക. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇടതുവശത്തേക്ക് ഒരു പുഷ്പം എടുത്ത് ഓം ഗും ഗുരുഭ്യോ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് കളയുക. വീണ്ടും ഒരു പുഷ്പം എടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഗണപതിയുടെ വിളക്കുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇലയുടെ മുൻഭാഗത്തേക്ക് ഓം ഗം ഗണപതിയെ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപിലേക്ക് നീട്ടിയിടുക. ഇനി നിങ്ങൾ നെഞ്ചിൽ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങുകൾ ഗംഭീരമായി പൂർത്തിയാക്കണം, പിതൃക്കൾക്ക് സായുജ്യപ്പെടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുക. ഇനി പൗത്രമെടുക്കുക. പൗത്രമെടുത്ത് വലത് കൈയിലെ മോതിരവിരലിൽ ഇടേണ്ടതാണ്, ഇടരുത് ഞാൻ പറയാം. ഒരു പ്രാർത്ഥനയുണ്ട്. പവിത്രം പാപനാശനം പവിത്രേണ ശുദ്ധോഹേ പവിത്രകൃതോഹേ വിഷ്ണുനാദത്വം പവിത്രം പവിത്രീകൃതം. വലത് കൈയിലെ മോതിരവിരലിൽ അണിയുക. വലത് കൈയിലെ മോതിരവിരലിൽ അണിയുക. ഇനി ദർഭപ്പുല്ല് ഇരിപ്പുണ്ട്, അത് രണ്ടായി പകുത്തെടുക്കുക. രണ്ടായി പകുത്തെടുത്ത് രണ്ട് കൈകളും ഇരു ചെവികളിലും കൈ പിണച്ച് വയ്ക്കുക. ചെവിയുടെ ഭാഗങ്ങളിൽ ഇടത് കൈ വലതുഭാഗത്തും വലത് കൈ ഇടതുഭാഗത്തും വരുന്ന രീതി ചെവിയിൽ മുട്ടിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഓം ശ്രീമദ് ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണുരാജ്ഞയ പ്രവർത്തമാനസ്യ അദ്വിബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ വിഷ്ണുപദേ ശ്വേതവരാഹകൽപേ വൈവസ്വതമന്വന്തരേ കലിയുഗേ പ്രഥമപാദേ ജംബൂദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോ ദക്ഷിണേ പാർശ്വേ ശകാബ്ദേ ശാലിവാഹനശകേ ചാന്ദ്രസൗരമാനസേ പ്രഭവാദി ഷഷ്ടി സംവത്സരാണാം മധ്യേ നാമ സംവത്സരേ അയനേ ഋതു മാസേ പക്ഷേ തിഥൗ നക്ഷത്ര വാസരയുക്തായാം ശുഭനക്ഷത്ര ശുഭയോഗ ശുഭകർണ ഏവം സകലഗുണ വിശേഷണ വിശിഷ്ടായ പരശുരാമക്ഷേത്രേ ഭാരതഭൂമു മമ ഗൃഹേ അസ്മാകം സഹ കുടുംബാനാം ക്ഷേമസ്ഥൈര്യ വീര്യവിജയ ആയുരാരോഗ്യ ഐശ്വര്യാണാം മമ ധർമാർത്ഥ കാമ മോക്ഷ ചതുർവിധ ഫല പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ഉഭയവംശ സമസ്ത പിതൃണാം അക്ഷയ തൃപ്ത്യർത്ഥം പുണ്യലോക പ്രാപ്ത്യർത്ഥം അമാവാസി പുണ്യദിനെ പിണ്ട പ്രധാന തർപ്പണം മമ ആചാര്യമുഖേന അധികരിഷ്യേ നമഃ. പ്രാർത്ഥനയോടുകൂടി ഈ 3 കുറുമ്പലുകൾ തൂശനിലയുടെ മുകളിൽ വയ്ക്കുക. ഇനി അല്പം ചന്ദനവും പൂവും ഇടത് കൈ കൊണ്ട് അല്പം വെള്ളം കൂടി അത് തളിച്ചിട്ട് വലത് കൈയിലേക്ക് എള്ളും പൂവും ഇടത് കൈ കൊണ്ട് ഗ്ലാസ്സിലെ വെള്ളം അല്പം എടുത്തിട്ട് നമ്മളിനി പിതൃക്കളെ ആവാഹിക്കുന്ന ഒരു ചടങ്ങാണെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പരേതാത്മാക്കളും വന്ന് ഇതിൽ ചടങ്ങിൽ പങ്കുകൊണ്ട് സന്തോഷമായി മടങ്ങണമെന്നാണ് പ്രാർത്ഥന. ഓം മമ ഉഭയവംശ സമസ്ത പിതൃണാം ഓം ആവാഹയാമി. കുറുമ്പലിൻ്റെ നമ്മൾ വെച്ചിരിക്കുന്ന ദർഭപ്പുല്ലിൻ്റെ മുകളിലേക്ക് ഇത് വയ്ക്കുക. അല്പം ജലമെടുത്ത് തളിക്കുക. ഓം ജലം തർപ്പയാമി. അല്പം ചന്ദനം സമർപ്പിക്കുക. ഓം ഗന്ധം തർപ്പയാമി. ഒരു പൂവ് സമർപ്പിക്കുക. ഓം പുഷ്പം തർപ്പയാമി. അല്പം എള്ള് സമർപ്പിക്കുക. ഓം തിലോദകം തർപ്പയാമി. ഇനി പിണ്ടം സമർപ്പിക്കുന്ന ചടങ്ങാണ്. അവിടെ ഇരിക്കുന്ന ചോറ് നമുക്ക് 3 ഉരുളകളായിട്ട് മാറ്റണം. അല്പം ബാക്കിയും വെക്കണം. ഒന്നിച്ച് ഒരു ഉരുളയാക്കരുത്. 3ആയിട്ട് ഒന്ന് വീതിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിനകത്ത് ഉരുണ്ട എടുക്കുക. 3 ഉരുള കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം കൂടി ബാക്കി വെക്കണം. ആദ്യത്തെ ഉരുള ഒരെണ്ണം എടുത്ത് നമ്മുടെ അച്ഛൻ്റെ
അമ്മയുടെ കുടുംബത്തിലെ പരമ്പരയിലെ പിതൃക്കൾക്ക് സായുജ്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇലയുടെ മധ്യഭാഗത്തേക്ക് വെക്കേണ്ടതാണ്. ആദ്യം 3 ഉരുളയാക്കി വയ്ക്കുക. അതിനുശേഷം അല്പം മാത്രം പൊടിച്ച് മാറ്റി വയ്ക്കുക. ആദ്യത്തെ എടുക്കുക. ഓം ആബ്രഹ്മണോ യേ പിതൃവംശജാത മാതൃസ്തഥ വംശഭവാമതീയ വംശത്രയസ്മിൻ മമ ദാസഭൂത വൃദ്ധ്യ തദൈവാശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ ദൃഷ്ടാച്ച പൃഷ്ടാച്ച കൃതോപകാര ജന്മാന്തരി യേ മമ സംഗതാച്ച തേഭ്യ സ്വധാ പിണ്ഡമഹം ദദാമി. ഇലയുടെ നടുക്ക് ഭാഗത്തേക്ക് ആ പിണ്ഡം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബത്തിലെ സകല പിതൃക്കൾക്കും സായുജ്യം നേടാൻ വേണ്ടി ചെയ്യുന്നതാണ്. രണ്ടാമത്തെ പിണ്ഡമെടുക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിൽപ്പെട്ട മരണപ്പെട്ടവർക്കും നമ്മുടെ ഗുരുനാഥന്മാർക്കും അവരുടെ കുലത്തിൽപ്പെട്ട സകല ആശ്രിതർക്കും മോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടുള്ളതാണ്. രണ്ടാമത്തെ പിണ്ഡമെടുത്ത് കൈവയ്ക്കുക. പിതൃവംശേ മൃതായേ ച മാതൃവംശേ തഥൈവ ച ഗുരു ശശ്വര ബന്ധൂനാ ഏ ചാന്യേ ബാന്ധവാമൃത ഏ മികുലേ ലുപ്തപിണ്ഡ പുത്രദ്വാര വിവർജിത ക്രിയാ ലോപഹതാശ്ചൈവ ജാത്യന്ധ പങ്കവസ്തഥ വിരൂപ ആമഗർഭാച്ച ജ്ഞാതാജ്ഞാത കുലേ മമ ധർമ്മപിണ്ഡം മയോദത്തോ അക്ഷയ ഉപദിഷ്ടതോ. ഇപ്പോൾ വെച്ചതിൻ്റെ നേര് മുകൾ ഭാഗത്തായിട്ട് രണ്ടാമത്തെ പിണ്ഡം വയ്ക്കുക. ഇപ്പോൾ വെച്ചതിൻ്റെ നേര് മുകളിലായി രണ്ടാമത്തെ പിണ്ഡം വയ്ക്കുക. ഇനി മൂന്നാമത്തെ പിണ്ഡവും എടുക്കുക. നമ്മുടെ കുടുംബത്തെയും അച്ഛൻ്റെ കുടുംബത്തെയും മാതാവിൻ്റെ കുടുംബത്തെയും ഗുരുക്കന്മാരുടെ കുടുംബത്തെയും നമ്മുടെ അറിവിലുള്ള മറ്റുള്ളവരുടെ കുടുംബത്തിലുംപ്പെട്ട പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ അലയുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഇപ്പോൾ വെച്ചതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തേക്ക് മാറ്റിവെക്കുക. അസിപത്രവനെ ഘോരെ കുംഭീപാകെ ച രൗരവേ ദേശാം ഉദ്ധാരണാർത്ഥായ ഇമം പിണ്ഡം ദദാമി. ഇനിയിരിക്കുന്ന പഴമെടുത്ത് നടുക്ക് വെച്ചതിൻ്റെ വലതു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതാണ്. ഉത്സന്നകുലേ കോടീന യേശാം ദാദാതുലേ നഹി ധർമ്മപിണ്ഡോ മയാദത്തോ അക്ഷയ ഉപദിഷ്ടതോ. ഇപ്പോൾ നടുക്ക് വെച്ചതിൻ്റെ വലതു ഭാഗത്തായിട്ട് വയ്ക്കുക. അതിന് പഴമെടുക്കുക. നടുക്ക് വെച്ചതിൻ്റെ ഇടതു ഭാഗത്തേക്കായിട്ട് പഴം വയ്ക്കേണ്ടതാണ്. ഏ ബാന്ധവ അന്യജന്മനി ബാന്ധവ തേഷാം ഉദ്ധാരണാർത്ഥായ ഇമ പിണ്ഡം ദദാമിഹ. നടുക്ക് വെച്ചതിൻ്റെ ഇടതു ഭാഗത്തേക്ക് മാറ്റി പഴം വയ്ക്കുക. ഇനി അവശേഷിക്കുന്ന കുറച്ച് ചോറ് ബാക്കിയുണ്ട്. ആ ചോറിൻ്റെ എല്ലാം കൂടി എടുത്തുകൊണ്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വിതറി ഇടുക. ഓം പിണ്ഡനാമുപരി പിണ്ഡശേഷം നമഃ. എല്ലാ പിണ്ഡത്തിൻ്റെയും മുകളിലേക്ക് പൊടിച്ചിടുക. എല്ലാ പിണ്ഡത്തിൻ്റെയും മുകളിൽ പൊടിച്ചിടുക. അതിനുശേഷം അല്പം എള്ളെടുക്കുക. എള്ളെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ചുരുക്കിടുക. ഓം തിലോദകം നമഃ. അല്പം വെള്ളം ഒഴിക്കുക. ഓം തിലോദകം നമഃ. ഓം അനാദിനേ ദേവ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷോ പിതൃമോക്ഷപ്രദോ ദേവ. ഇനി നമുക്ക് പിതൃക്കളെ സായുജ്യപ്പെടുത്തിയതിനു ശേഷം മടക്കിയേക്കുന്ന ചടങ്ങാണ്. എല്ലാ പിതൃക്കളും നമ്മുടെ ഈ അന്നം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പിതൃക്കളെ സന്തോഷത്തോടു കൂടി പോകാൻ പ്രാർത്ഥിക്കുക. ഓം അനാദിനിധനോ ദേവ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷോ പിതൃമോക്ഷപ്രദോ ദേവ. ഓം മമ ഉഭയവംശ സമസ്ത പിതൃണാം ഓം ഉദ്വാസയാമി. ഇനി പവിത്രം ഒഴിക്കുക. വലത് കയ്യിലിട്ടിരിക്കുന്ന പവിത്രം അഴിച്ചെടുക്കുക. കെട്ടഴിക്കുക.
കെട്ടഴിച്ച് ആ പിണ്ടത്തിന് മുകളിലേക്ക് നീട്ടിവെക്കുക. അതിൽ തൊട്ടുകൊണ്ട് നാരായണമൂർത്തിയോട് പ്രാർത്ഥിക്കുക, മഹാവിഷ്ണു പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും അപരാധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് തന്ന് പിതൃക്കളെ സായുജ്യപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുക. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത് പൂജിതം മയാദേവ പരിപൂർണ്യം തദസ്തുമി. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് 3 പ്രാവശ്യം വലം വയ്ക്കാൻ സാധിക്കും എന്നുള്ളവർ എഴുന്നേറ്റ് നിന്ന് 3 പ്രാവശ്യം വലം വയ്ക്കുക. ക്ലോക്ക് വൈസാണ് വലം വയ്ക്കേണ്ടത്. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇലയുടെ 3 പ്രാവശ്യം വലം വയ്ക്കുക. 3 പ്രാവശ്യം ഇലയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത് പൂജിതം മയാദേവ പരിപൂർണം തദസ്തുമേ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത് പൂജിതം മയാദേവ പരിപൂർണം തദസ്തുമേ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത് പൂജിതം മയാദേവ പരിപൂർണം തദസ്തുമേ. ഇലയെല്ലാമായിട്ട് മുഴക്കി എടുത്ത് താഴോട്ട് പോകാത്ത രീതിയിൽ മടക്കിയെടുക്കുക. തലയുടെ മുകളിൽ പിടിച്ചുകൊണ്ട് കായൽ കടലിലേക്ക് ചെന്ന് പുറം തിരിഞ്ഞു നിന്ന് കായലിലേക്ക് എറിഞ്ഞു കളയേണ്ടതാണ്. അവിടെ നിൽക്കുന്നവരുടെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ പാലിക്കണം. കായൽ ഇറങ്ങുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഇറങ്ങേണ്ടത്. ആരും അവരുടെ നിർദ്ദേശമില്ലാതെ കായലിലേക്ക് ഇറങ്ങാൻ പാടുള്ളതല്ല. പോയിക്കോളും. കായലിൽ ചെന്ന് തിരിഞ്ഞു നിന്ന് പുറകിലേക്ക് വേണം ഇത് എറിഞ്ഞ് കളയേണ്ടത്. കുറച്ചുപേര് ഇറങ്ങിയിട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥനയോടുകൂടി കളഞ്ഞതിന് ശേഷം തിരിച്ചു വരിക. കുറച്ചുപേര് ഇപ്പുറത്തിറങ്ങും. കായൽക്കടവിൽ നിൽക്കുന്നവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ കായലിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഈ സമയം കൊണ്ട് ഇവിടെ ഗ്ലാസും വെള്ളമൊക്കെ മാറ്റി അവിടെ പരമാവധി വൃത്തിയാക്കാൻ സാധിക്കുന്നത് വൃത്തിയാക്കുക. ആദ്യത്തെ ഉരുള എടുത്തതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെയും അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലെ പരമ്പരയിലെ എല്ലാ പിതൃക്കൾക്കും സായുധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഓം ആബ്രഹ്മണോ യേ പിതൃവംശജാത മാതൃസ്പൃഹ വംശഭവാമഹീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യ ദദൈവാശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച പൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച ദേഹം സ്വതഃ പിണ്ഡമഹം ദദാമി. ഇലയുടെ നടുക്ക് ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടുകൂടി നടുക്ക് ഭാഗത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ പെണ്ണ് നോക്കുക. രണ്ടാമത്തെ പെണ്ണ് വയ്ക്കേണ്ടത് ആ ഇപ്പോൾ വെച്ചതിൻ്റെ നേര് മുന്നിലായി വയ്ക്കേണ്ടതാണ്. ഇപ്പോൾ വയ്ക്കേണ്ട പ്രാർത്ഥനയോടുകൂടി ശേഷം വെച്ചാൽ മതി. അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിൽപ്പെട്ട മരണപ്പെട്ടവർക്ക് നമ്മുടെ ഗുരുനാഥന്മാരാണ്, മരണപ്പെട്ടു പോയ ഗുരുനാഥന്മാരായിട്ടുള്ളവർക്ക് ആ ഗുരുനാഥന്മാരുടെ കുലത്തിൽപ്പെട്ട സകല ആശ്രിതർക്കും മോക്ഷത്തിനായി ധർമ്മപിണ്ഡം ഈ രണ്ടാമത്തെ ധർമ്മപിണ്ഡം സമർപ്പിക്കുമെന്ന് പ്രാർത്ഥിക്കുക. പിതൃവംശയും മൃഗായി ച മാതൃവംശയും തദൈവ ച ഗുരു ശശ്വരബന്ധൂനാം യേ ചാലി പാണ്ഡവാമൃത യേ മേകുലേ ലുപ്തപിണ്ഡ പുത്രധാര വിവർജിത ക്രിയ യോഗഹതാശ്ചൈവ ജാത്യന്ത ഭംഗവസ്തുത വിരൂപ ആമഗർഭാച്ച ജ്ഞാത അജ്ഞാത കുലേ മമ ധർമ്മപിണ്ഡം മയോദത്തെ അക്ഷയ ഉപതിഷ്ഠ. നമ്മൾ ആദ്യം വെച്ചതിൻ്റെ നേര് മുകൾ ഭാഗത്തായിട്ട് അവസാനത്തെ പെണ്ണുകൾക്ക് നമ്മുടെ
അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിൽ ഏതെങ്കിലും പിതൃക്കൾ നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മോക്ഷത്തിനായി ഈ ധർമ്മപിണ്ഡം സമർപ്പിക്കുന്നുള്ളതാണ്. അസിപത്രവനെ പോലെ കുംഭി ഭാഗെ രൗരവേദേശ ഉദ്ധാരണാർത്ഥായ ആയപിണ്ഡം റാമി ഏറ്റവും താഴത്തെ നമ്മൾ നടുക്ക് വെച്ചിട്ടുണ്ട്. പിന്നീട് പഴമെടുക്കുക. പഴം വയ്ക്കേണ്ട നമ്മൾ പഴമെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും കുലം വിട്ടൊഴിഞ്ഞു പോയത് കുലം ഇല്ലാതായവരുടെയും മോക്ഷത്തിനായി പ്രാർത്ഥിക്കും. ഉത്സന്ന കുലയെ ഓടീന യേശാം ദാതാകുലെ നഹി ധർമ്മബിന്ദു മയാദത്വം അർച്ചയ ഇടത് ഭാഗത്തായി നമ്മൾ നേരത്തെ വെച്ചതിന്റെ ഓപ്പോസിറ്റ് ഭാഗം. നേരത്തെ വെച്ചതിന്റെ ഓപ്പോസിറ്റ് ഭാഗം. ഇനി ബാക്കി വന്ന കുഴിയുണ്ട്. നമ്മൾ പിണ്ടം പിടിച്ചതിന്റെ ബാക്കി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടാണ്. ആ മാറ്റി വെച്ചതെടുക്കുക. എടുത്ത് ഈ എല്ലാ പിണ്ടത്തിന്റെയും പുറമേ നമുക്ക് ചൊരിഞ്ഞിടാൻ വേണ്ടിയാണ്. ഉണ്ടവൃത്തലുണ്ട്, അത് ചൊരിഞ്ഞിടാൻ വേണ്ടിയാണ്. ഓം പിണ്ടനാമുപരി പിണ്ടശേഷം നമ. എല്ലാ പിണ്ടത്തിന്റെയും മുകളിലേക്ക് കൊണ്ടുവയ്ക്കുക. ഒരു പ്രാവശ്യം എള്ളെടുക്കുക. ആ എള്ളിന്റെ കൂട്ടത്തിൽ അല്പം വെള്ളം കുടിച്ചെടുക്കുക. എള്ളെടുത്ത് ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്ത് അതിന്റെ പുറത്തേക്ക് കളിക്കുക. ഓം തിലോദകം നമഃ. ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. എള്ളെടുക്കുക, അല്പം വെള്ളം എടുക്കുക, വീണ്ടും കളിക്കുക. ഓം തിലോദകം നമഃ. ഇനി കൈവച്ച് പ്രാർത്ഥിക്കുക. അവിടെ തന്നെ ആ പിണ്ടത്തിന്റെ പുറത്ത് കൈവയ്ക്കുക. പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകണമെന്ന പ്രാർത്ഥനയാണ്. ഓം അനാദി വിഘ്നോദേവ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷു പിതൃമോക്ഷപ്രദോ ദേവ. ഇനി ബാക്കിയുള്ള പൂവ് ചന്ദനം എല്ലാം കൂടെ ഒന്നിച്ചെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ബാക്കി വന്നിരിക്കുന്ന പുഷ്പങ്ങളെല്ലാം ചന്ദനം എല്ലാം ഒന്നിച്ചെടുക്കുക. ഒന്നിച്ചെടുത്തതിന് ശേഷം രണ്ട് കൈയും കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നേരത്തെ പിതൃക്കളെ ആവാഹിച്ച് അവിടെ വെച്ചിരിക്കുന്നതാണ്. നമ്മളവിടെ സന്തോഷത്തോടു കൂടി അന്നപാനീയങ്ങൾ നൽകിയതിനു ശേഷം മടക്കി അയക്കുകയാണ്. ഓം മമ ഉഭയവംശ സമസ്ത പിതൃണ ഓം ഉദ്വാസയാമി. ഇവിടെ നിന്നും പിതൃക്കൾ യാത്രയാകുന്നു സങ്കല്പിച്ചുകൊണ്ട് ഇത് ആ പിണ്ടത്തിന്റെ പുറത്തേക്ക് വെക്കുക. ഇനി വലത് കൈയിൽ കിടക്കുന്ന പവിത്രം അഴിച്ച് കെട്ടഴിച്ച് നീട്ടിവെക്കുക. പവിത്രം അഴിച്ച് അതിലെ പവിത്രം ഊരിയെടുത്ത് അതിനെ കെട്ടഴിച്ച് പിണ്ടത്തിന്റെ പുറത്ത് നീട്ടിവെക്കുക. നമ്മൾ ഇന്ന് അവിടെ കൈവയ്ക്കുക. അതിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്ത കർമ്മങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ തെറ്റുകുറ്റങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കണമെന്ന് ജനാർദ്ദനമൂർത്തിയോട് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത് പൂജിതം മയാദേവ പരിപൂർണം തദസ്തു. നിങ്ങൾക്ക് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഇലയെടുത്ത് തലയെ വെച്ച് കായൽക്കരയിലേക്ക് ചെന്ന് തിരിഞ്ഞു നിന്ന് കായലിലേക്ക് ആറ്റിലേക്ക് കളയാവുന്നതാണ്. എന്നിട്ട് വെള്ളം കുറഞ്ഞു വന്ന് ഇവിടെ വിളക്കിരിക്കുന്നതിനടുത്ത് ഭസ്മമുണ്ട്. ആ ഭസ്മം ചാർത്തിയിട്ട് പോകാവുന്നതാണ്. തിരോഹോമം ചെയ്യാം. അതിനുശേഷം ക്ഷേത്ര ദർശനവും ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല, എടുത്ത് മടക്കി കൊണ്ടുപോയാൽ മതി. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സംഘാടകർക്ക് പറഞ്ഞാൽ അവർ പിടിച്ചെഴുന്നേപ്പിച്ച് കാല് മരവച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആറ്റിലേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം. സംഘാടകരുടെ അനുവാദമില്ലാതെ ആഴത്തിലേക്ക് ഇറങ്ങരുത്. മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഗ്ലാസ് താഴെ ഇരിപ്പുണ്ട്. ആ ഗ്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് പോകേണ്ടത്. ആറ്റ് ചെന്ന് തിരിഞ്ഞു നിന്ന് പിന്നിലേക്കാണ് തലയുടെ പിന്നിലൂടെ
ഈ വസ്തുക്കൾ കായലിലേക്ക് കളയേണ്ടത്. അതിനുശേഷം വെള്ളം കുറഞ്ഞ് ആറ്റിലെ വെള്ളം കുറഞ്ഞുകൊണ്ട് നേരെ വരാം. വന്ന് ഇവിടെ വിളക്കിൻ്റെ അടുത്ത് ഭസ്മം തെളിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് തിലോഹോമം ചെയ്യുന്നുണ്ട്. തിലോഹോമത്തിൽ പങ്കുകൊള്ളേണ്ടവർക്ക് തിലോഹോമത്തിൽ പങ്കുകൊള്ളുന്നത് രണ്ട് കൈകൾ കൊണ്ടും ഹൃദയത്തിൽ തൊട്ട് ഓം നമോ നാരായണായ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ. പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ പവിത്രമെടുത്ത് രണ്ട് കൈയും കൂട്ടി വെച്ച് പ്രാർത്ഥിക്കുക. പവിത്രമെടുത്ത് രണ്ട് കൈയും കൂട്ടി പ്രാർത്ഥിക്കുക. പവിത്രം പവിത്രം പാപനാശനം പവിത്രേണ ശുദ്ധോഹൈ പവിത്ര കൃതോഹൈ വിഷ്ണുനാഥത്വം പവിത്രം പവിത്രീകൃതം. വലത് കൈയിലെ മോതിര വിരലിൽ ധരിക്കുക. വലത് കൈയിലെ മോതിര വിരലിൽ ധരിക്കുക. ഇനി ഇലയിലിരിക്കുന്ന ദർഭ എടുക്കുക. ദർഭ എടുത്ത് പകുത്തെടുക്കുക. മുഴുകിയത് പകുത്തെടുക്കുക. പകുതി ഇതാക്കുക. എന്നിട്ട് 3 എണ്ണം ഉണ്ടെങ്കിൽ 2 3 ആക്കുക. 4 എണ്ണം ഉണ്ടെങ്കിൽ 2 2 ആക്കുക. എന്നിട്ട് ഇടത് കൈ വലത് ചെവിയിലും വലത് കൈ ഇടത് ചെവിയിലും ഗണപതി ഏറ്റവിടുന്നത് പോലെ ഈ 2 ദർഭകളും നമ്മുടെ ചെവിയിൽ മുട്ടുന്ന രീതിയിൽ കൊള്ളുക. അല്ല, അത് എണ്ണല്ല, അത് മൊത്തം എടുക്കുക. ദർഭം മൊത്തം എടുത്തിട്ട് 2 ആക്കുക. ദർഭം ഇനി ഇലയിൽ കിടപ്പുണ്ടല്ലോ, ഇലയിൽ ദർഭമുണ്ട്. ആ മൊത്തം ദർഭം എടുത്ത് 2 ആക്കുക. മുറിക്കണ്ട. അത് 3 എണ്ണം ഉണ്ടെങ്കിൽ 1 2 ആക്കണം. അതുപോലെ ഗണപതിക്ക് ഏറ്റവിടുന്നത് ചെവിയിൽ കുട്ടിച്ചു വയ്ക്കുക. പ്രാർത്ഥിക്കുക. ഓം ശ്രീമദ് ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണോരാജ്ഞയ പ്രവർത്തമാനസ്യ അദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ വിഷ്ണുപദേ ചേതവരാഹകൽപേ വൈവസ്വത മന്വന്തരേ കലിയുഗേ പ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരൗ ദക്ഷിണേ പാർശ്വേ ശകാബ്ദേ ശാലി വാഹന ശകേ ചാന്ദ്ര സൗരമാനനെ പ്രഭവാദി ഷഷ്ടി സംവത്സരാണ മധ്യേ നാമ സംവത്സരേ അയനേ ഋതു മാസേ പക്ഷേ തിഥൗ നക്ഷത്ര വാസനയുക്തായ ശുഭനക്ഷത്ര ശുഭയോഗ ശുഭകരണ ഏവം സകലഗുണ വിശേഷണ വിശിഷ്ടായ പരശുരാമക്ഷേത്രേ ഭാരതഭൂമൗ മമ ഗൃഹേ അസ്മാകം സഹകുടുംബാനാം ക്ഷേത്രസ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ ഐശ്വര്യാണാം മമ ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ ഫല പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ഉഭയവംശ സമസ്ത പിതൃണാം അക്ഷയ കൃത്യർത്ഥം പുണ്യലോക പ്രാപ്ത്യർത്ഥം അമാവാസി പുണ്യദിനെ പിണ്ഡ പ്രധാന തർപ്പണം മമ ആചാര്യമുഖേന അതികരിഷ്യേ നമഃ. എല്ലാ പിതൃക്കളെയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഇലയുടെ നടുക്ക് ഭാഗം നീട്ടിവയ്ക്കുക. ഇലയുടെ നടുക്ക് ഭാഗം നീട്ടിവയ്ക്കുക. ഇനി അല്പം ചന്ദനം എടുക്കുക. അല്പം ചന്ദനം കൈകൊണ്ടെടുക്കുക. അതോടുകൂടി പൂവ് സഹിതം പോലെ എടുക്കുക. അല്പം പൂവും ചന്ദനം ഗ്ലാസ്സിൽ നിന്ന് വെള്ളം ഇതിനകത്ത് അടിക്കുക. അതായത് കുറച്ച് പൂവ്, കുറച്ച് ചന്ദനം, അല്പം ജലം എടുത്തിട്ട് പ്രാർത്ഥിക്കുക. ഓം മമ ഉഭയവംശ സമസ്ത പിതൃമാം ഓം ആവാഹയാമി. അതായത് നമ്മൾ ഈ കർമ്മത്തിലേക്ക് പിതൃക്കളെ ആവാഹിക്കുക. ഓം പുഷ്പം തർപ്പയാമി. അല്പം എള്ളെടുത്ത് സമർപ്പിക്കുക. ഓം തിലോദകം തർപ്പയാമി. ഇനി നമുക്ക് ആ ചോറ് 3 ഉരുളകളാക്കുക. അല്പം ഉരുള അല്ലാത്ത രീതിയിൽ മാറ്റിവെക്കുക. 3 ആ ചോറ് മൊത്തം എടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 3 ഉരുളകളാക്കുക. 3 ഉരുളകളാക്കിയിട്ട് അതിന്റെ ബാക്കി വരുന്ന ഭാഗം പൊടിയായിട്ട് തന്നെ മാറ്റിവെക്കുക. അത് നമുക്ക് പിണ്ഡം എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ പുറത്ത് ഉപരിയായിട്ട് തൂവാൻ വേണ്ടിയാണ്.
3 ഉണ്ടയാക്കി, അത് മാറ്റി വെക്കരുത്, 3 ഉരുളയാക്കി തന്നെ വെക്കുക. 3 ഉരുളയും ബാക്കി വരുന്ന ചോറ് പൊടിച്ചുവിടുക. കൂടെ തന്നെ വെച്ചാൽ മതി. പറയാം. 3 ഉരുളയും ബാക്കിയുള്ള ചോറ് പൊടികളായിട്ട് തന്നെ മാറ്റി വയ്ക്കുക. അതിൽ ഒരുണ്ട എടുക്കുക, ഒരു ഉരുള എടുക്കുക, ഒരു പിണ്ഡം എടുക്കുക. ആ പിണ്ഡം എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെയും നമ്മുടെ അച്ഛൻ്റെ, നമ്മുടെ അമ്മയുടെ, കുടുംബത്തിലെ പരമ്പരയിലെ സകല പിതൃക്കൾക്കും സായുജ്യം വരാനായി ധർമ്മപിണ്ഡം നമ്മൾ സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥന നിങ്ങൾ നടത്തുക. ഓം മണോയെ പിതൃവംശജാത മാതൃസ്തഥ വംശഭവാമതീയ വംശദ്വേയസ്മിൻ മമ ദാസഭൂതാഭൃത്യ തഥൈവാശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച പൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരെ ഏ മമ സംഗതാശ്ച തേഭ്യം സ്വധാ പിണ്ഡമഹം ദദാമി. ഇലയുടെ നടുക്ക് ഭാഗത്ത്, ആ നേരത്തെ വെച്ചതിൻ്റെ പുറത്തായിട്ട് എത്തിക്കുക. ഇലയുടെ നടുക്ക് ഭാഗത്ത് രണ്ടാമത്തെ പിണ്ഡം എടുക്കുക. രണ്ടാമത്തെ പിണ്ഡം എടുത്തിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിൽപ്പെട്ട മരണപ്പെട്ടവർക്കും നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള മരണപ്പെട്ടു പോയ ഗുരുക്കന്മാരായവർക്കും ആ ഗുരുക്കന്മാരുടെ കുലത്തിൽപ്പെട്ട സകല ആശ്രിതർക്കും മോക്ഷത്തിനായി ധർമ്മപിണ്ഡം സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുക. പിതൃവംശേ മൃതായേ ച മാതൃവംശേ തഥൈവ ച ഗുരു ശശ്വരബന്ധൂനാം യേ ചാന്യേ ബാന്ധവാമൃത യേ മേ കുലേ ലുപ്തപിണ്ഡ പുത്രദാര വിവർജിത ക്രിയ ലോപഹതാശ്ചൈവ ജാത്യന്ധ പങ്കവസ്തത വിരൂപ ആമഗർഭശ്ച ജ്ഞാത അജ്ഞാത കുലേ മമ ധർമ്മപിണ്ഡം മയാദത്ത് അക്ഷയ ഉപദിഷ്ടം. നമ്മൾ നേരത്തെ വെച്ച പിണ്ഡത്തിന്റെ മുകളിലായിട്ട്, അതായത് അതിന്റെ മുന്നിലായിട്ട് വെക്കുക. നടുക്ക് വെച്ച പിണ്ഡത്തിന്റെ മുന്നിലായിട്ട് ഈ പിണ്ഡം സമർപ്പിക്കുക. ഇനി മൂന്നാമത്തെ പിണ്ഡം എടുക്കുക. നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും കുലത്തില് ഏതെങ്കിലും പിതൃക്കൾ നരകയാതന അനുഭവിക്കാൻ നമുക്ക് ബാക്കി വന്ന ചോറിലാണ് കൂട്ടിയിടുക. ഉരുട്ടരുത്, കൈവയ്ക്കുക. അത് ഈ പറയുന്ന നമ്മൾ നേരത്തെ ചെയ്ത പിണ്ഡത്തിന്റെ എല്ലാം പുറത്തായിട്ട് ചൊരിഞ്ഞ് വിടുക, തൂവി വിടുക. ഓം പിണ്ഡനാമുപരി പിണ്ഡശേഷം നമ. ആ പിണ്ഡത്തിന്റെ എല്ലാം പുറത്ത് തൂവി വിടുക. അങ്ങിട്ടാ മതി, അങ്ങ് തൂവി കിട്ടും. ഓം പിണ്ഡനാമുപരി പിണ്ഡശേഷം നമ. ഇനി അതിൽ തൊഴുത് പ്രാർത്ഥിക്കുക. തൊഴുക 3 പ്രാവശ്യമാണ് മന്ത്രം ജപിക്കുന്നത്. നമ്മളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് തലയിൽ വയ്ക്കുക. നിങ്ങൾക്ക് ഇരുന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കൈവക്കി പറഞ്ഞാൽ മതി, ആരെങ്കിലും സഹായിക്കും. തലയിൽ വയ്ക്കുക. നിങ്ങൾ പ്രായമുള്ളവർ എഴുന്നേറ്റ് പെട്ടെന്ന് നടക്കണ്ട, തലയിൽ വെച്ചുകൊണ്ട് പോവുക. അവിടെ ആറ്റിൽ ചെന്നതിന് ശേഷം തിരിഞ്ഞു നിന്ന് പിന്നിലേക്ക് എറിഞ്ഞു കളയുക. ആറ്റിൽ ചെന്ന് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ആൾക്കാർ പോയാൽ മതി. തിരക്കുണ്ടെങ്കിൽ 2ാം ഘട്ടത്തിലേക്ക് ഇറങ്ങിയാൽ മതി. നടക്കുമ്പോൾ ഗ്ലാസിൽ കാല് കെട്ടാൻ നോക്കിയാൽ മതി. നടക്കുമ്പോൾ ഗ്ലാസിൽ കാല് കെട്ടാൻ നോക്കുക. ആദ്യത്തെ ഒരു കാറ്റ് മാത്രം ആറ്റിലേക്ക് ഇറങ്ങുക. കുറച്ചൊരു കാത്തു നിൽക്കുക. അവിടെ ചെന്ന് തിരിഞ്ഞു നിന്ന് പിന്നിലേക്ക് തലയിലൂടെ ആറ്റിലേക്ക് ഈ പിണ്ഡം എറിഞ്ഞു കളയാം. അത് പ്രസാദം വാങ്ങാവുന്നതാണ്. തിലകത്തിന്റെ ഡ്രസ് എഴുതിയിട്ടില്ലെങ്കിൽ നേരെ പോയി ക്ഷേത്ര ദർശനം കൂടി ചെയ്യാവുന്നതാണ്. ഇവിടെ വടക്ക് ഭാഗത്തു നിന്ന് ഗ്ലാസ് പെട്ടെന്ന് എടുത്ത് മാറ്റിയാൽ ഒരു ഉപകാരമായിരുന്നു. വടക്ക് ഭാഗത്തു നിന്ന് ഗ്ലാസ് മാറ്റിയാൽ വലിയ സന്തോഷം. ആറ്റിൽ പിണ്ഡം സമർപ്പിച്ചതിന് ഇവിടെ വന്ന് അക്ഷയ ഉപദിഷ്ടം. നേരത്തെ നമ്മൾ വെച്ച പിണ്ഡത്തിന്റെ മുന്നിലായിട്ട് വയ്ക്കുക. 2ാമത്തെ പിണ്ഡമാണ് വെച്ച് നമ്മൾ നേരത്തെ വെച്ചത് നടുക്ക് വെച്ചതിൻ്റെ മുന്നിലായിട്ടാണ് പിണ്ഡം. ഇനി 3ാമത്തെ പിണ്ഡം എടുക്കുക. 3ാമത്തെ പിണ്ഡം എടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിലെ ഏതെങ്കിലും പിതൃക്കൾ നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മോചനത്തിനായി ഞാൻ ഈ ധർമ്മപിണ്ഡം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് നമ്മൾ ഏറ്റവും താഴെയാണ് വയ്ക്കേണ്ടത്. ഏറ്റവും താഴെയായിട്ട് വയ്ക്കണം. നമ്മൾ നടുക്ക് വെച്ചതിൻ്റെ പിന്നിലായിട്ട്
असि पत्रवने घोरे कुम्भीभागे च रौरवे तेषाम् उद्धारणार्थाय इमं पिण्डं ददामह्यं വെച്ചോളൂ ഏറ്റവും താഴെയായിട്ട്. ഇനി പഴം എടുക്കുക. പഴമെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും കുലം വിട്ടൊഴിഞ്ഞു പോയവരും കുലം ഇല്ലാതായവരുടെയും മോക്ഷത്തിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബന്ധത്തിലെയും അന്യരുടെ ബന്ധത്തിലെയും സകല പിതൃക്കൾക്കുമായി ഈ ധർമ്മപിണ്ഡം സമർപ്പിക്കുന്നു. വലത്തും മടക്കുക, പിന്നെ മുന്നിലും പിന്നിലും മടക്കുക. എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം മതിയാവും. സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറയേണ്ടതാണ്. നേരെ എഴുന്നേറ്റ് തലയിൽ വെച്ചുകൊണ്ട് കടവിലേക്ക് പോയി പുറം തിരിഞ്ഞു നിന്ന് ആറ്റിലേക്ക് കളഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇവിടെ വിളക്കിന് തിലഹോമം ചെയ്ത് ക്ഷേത്രത്തിൽ കയറാവുന്നതാണ്. ശ്രദ്ധിക്കുക, എഴുന്നേൽക്കുമ്പോൾ കാല് മരവച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. സംഘാടകർ വരും, ഒരു പ്രശ്നവും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, സമാധാനമായിട്ടിരിക്കുക. ചിലപ്പോൾ കാല് മരവിച്ചുള്ള സാധ്യത കൊണ്ട് എഴുന്നേക്കണ്ട. നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഷീറ്റിൽ വെള്ളം തട്ടിയിട്ട് കാല് സ്ലിപ്പാക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ സാവകാശം പോയാൽ മതി. ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ സംഘാടകർ ഗ്ലാസ് പെട്ടെന്ന് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഒരു സന്തോഷം. അതൊക്കെ സാവകാശം നടന്നു പോയാൽ മതി. പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ സംഘാടകരൊന്ന് ഓർമ്മിക്കുക. ആറ്റിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. പുറം തിരിഞ്ഞു നിന്ന് തലയുടെ മുകളിലൂടെ പിന്നിലേക്ക് പിണ്ഡം ഒഴിക്കുക. അതിനുശേഷം സ്നാനം ചെയ്യുന്നവർ അങ്ങനെയും ദേഹശുദ്ധി വരുത്തുന്നവർ അങ്ങനെയും ചെയ്ത് ഇവിടെ വിളക്കിൻ്റെ അടുത്തുള്ള ഭസ്മം നെറ്റി ധരിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അവിടെ തിലഹോമം ചെയ്യാവുന്നതാണ്. തിലഹോമത്തിന് രസീത് എത്തിയിട്ടുള്ള ആൾക്കാർ തിലഹോമത്തിന്റെ പ്രസാദം കൂടെ വാങ്ങിയ ശേഷം ക്ഷേത്രനടയിൽ കയറി പ്രാർത്ഥന കഴിഞ്ഞ ശേഷം വീട്ടിൽ പോകാവുന്നതാണ്. വീഡിയോ എടുക്കണം. ബലികർമ്മത്തിനായി വരുന്നവർ നേരെ ആറ്റിലേക്കെത്തി ദേഹശുദ്ധി വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. വെള്ളം ദേഹത്തിൽ തളിച്ച് ആറ്റിലിറങ്ങി സ്നാനം ചെയ്ത് വരാവുന്നതാണ്. കൊറ്റിട്ട് കൊടുത്താൽ
Shiva